കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഹോട്ടൽ മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം തന്റെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണെന്നാണ് പ്രതി നൌഷീദ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സൗഹൃദം അവസാനിപ്പിക്കാൻ രേഷ്മ വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് നൌഷീദ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ അതിനപ്പുറത്ത് എന്തൊക്കെയോ വിഷയമുണ്ടെന്ന് പോലീസിന് സംശയം തോന്നിയിരുന്നു. ചങ്ങനാശ്ശേരി ചിരംവേലിൽ സ്വദേശിയായ രവിയുടെ മകൾ രേഷ്മയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ബുധനാഴ്ച രാത്രി ഒരു ഹോട്ടൽ മുറിയിൽ നൌഷീദ് യുവതിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാരനായ നൌഷീദ് യുവതിക്കൊപ്പം പലതവണയും താമസിച്ചിരുന്നു. ഈ സമയങ്ങളിൽ പലപ്പോഴും യുവതി മയക്കുമരുന്ന് കുത്തിവെച്ച് തന്റെ ആരോഗ്യം ക്ഷയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും സംശയമുണ്ടെന്ന് പോലീസിന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതി സംശയരോഗിയാണെന്നും സൈക്കോ ആണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ പലതും സംശയാസ്പദമാണ്. താൻ ഉറങ്ങിക്കിടന്നപ്പോൾ തന്റെ ശരീരത്തിൽ ചോര നിറഞ്ഞതായും ചില ശാരീരിക ന്യൂനതകൾ ഉണ്ടായതും ഈ കുത്തിവെപ്പിന്റെ ആന്തരിക ബലമായിട്ടാണെന്നാണ് പ്രതി വിശ്വസിച്ചിരുന്നത്. നൌഷീദിന് ശാരീരികമായി ചില കുറവുകളുണ്ടെന്ന വിവരം യുവതി മറ്റൊരു പുരുഷനും സുഹൃത്തുമായി പങ്കുവച്ചതാണ് വൈരാഗ്യം കൂടാൻ കാരണമായത്. പെട്ടെന്ന് പ്രകോപിതനായി ഇയാൾ യുവതിയെ കൊല്ലുകയായിരുന്നതാണ് പോലീസിന്റെ നിഗമനം. രേഷ്മയുടെ സുഹൃത്തിന്റെ മൊഴിയെടുത്തതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നത്. കൊല്ലപ്പെട്ട രേഷ്മയുടെ ശരീരത്തിൽ 20-ലധികം കുത്തുകൾ ഉണ്ടായിരുന്നാണ് പോസ്റ്റ്മോർട്ടം നിഗമനം. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും സമീപത്തെ വീട്ടിലെ ടെറസിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. യുവതിയെ കൊന്നത് ക്രൂരമായ ശാരീരിക പീഡനത്തിനും കുറ്റവിചാരണയ്ക്കും ഒടുവിലെന്നാണ് നിഗമനം. നോർത്ത് കൈപ്പള്ളി ലൈനിലെ കൈപ്പള്ളി അപ്പാർട്ട്മെന്റ് ഹോട്ടലിലാണ് സംഭവം നടന്നത്. രേഷ്മയെ മുറിയിലേക്ക് എത്തിച്ച് ഉടൻ കളിയാക്കിയതിനെ ചൊല്ലി ചോദ്യം ചെയ്യുകയും മർദ്ദനം ആരംഭിക്കുകയും ചെയ്തു. മാനസികവും ശാരീരികവും പീഡനം സഹിക്കാൻ വയ്യാതെ യുവതി തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതായും പിന്നീട് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ പ്രതി കുത്തുകയുമായിരുന്നു. പീഡന ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട അടുപ്പത്തിലായിരുന്നു രേഷ്മയും നൌഷീദും. തനിക്കൊപ്പം ലിവിംഗ് ടുഗദർ ആയിരുന്നുവെന്നും ജീവിതം ആരംഭിച്ച ഫ്ളാറ്റിൽ വാടകയ്ക്കെടുക്കാൻ ആവശ്യപ്പെട്ട് രേഷ്മയോട് നൌഷീദ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് തന്നെ പറ്റി അപകീർത്തികരമായ പരാമർശങ്ങൾ രേഷ്മ നടത്തിയതായും നൌഷീദ് ആരോപിക്കുന്നു. പ്രതി തന്നെയാണ് ഹോട്ടൽ ഉടമയെ വിളിച്ച് രേഷ്മയെ താൻ കുത്തിയെന്ന് അറിയിച്ചത്. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും രേഷ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു. പ്രതികരുടെ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമത്തിന് മുൻപും കേസെടുത്തതായും പോലീസ് പറയുന്നു. കൃത്യം നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെത്തി. കൃത്യം നടത്തിയതിനു ശേഷം പ്രതി കത്തി സമീപത്തെ വീട്ടുവളപ്പിൽ വലിച്ചെറിഞ്ഞതായാണ് പോലീസ് പറയുന്നത്.